എന്തായാലും സാറിന്റെ സംസാരശേഷി ഒടുവിൽ നഷ്ടപ്പെട്ടെന്ന്. അപ്പൊ സാറിനെ കാണാൻ എസക്കേൽ സാറും ചെറിയാം സാറും ഷൗമേൽ സാറും ഒക്കെ ചെന്നെന്നാ. ഇത് പറഞ്ഞുള്ള അറിവാ. അപ്പോൾ അവര് ഒന്നിച്ചിങ്ങനെ കൂടി സംസാരിച്ച് സാറിങ്ങനെ ആറന്മുള കുന്നംപുറത്ത് തറവാട്ടിൽ കട്ടിലേക്ക് കിടക്കുക, ഇവരെവിടെ ചെന്നെന്നാ. അപ്പൊ അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ദൈവം ഇവരെ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ അയവറക്കി വന്ന കൂട്ടത്തിൽ ഷൗമേല് സാറ് പറഞ്ഞെന്നാ പറഞ്ഞത്, എന്നാലും ദൈവം നമ്മെ കണ്ട് അമ്മയുടെ ഉദരത്ത് വെച്ചേ കണ്ടല്ലോ. ഉടനെ മിണ്ടാൻ മേലാതെ സാറ് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നാ പറഞ്ഞത്. അതിലും മുന്നേ അന്ന് മിണ്ടാൻ മേലാത്തോണ്ടാ. അപ്പോൾ എം വി ചെറിയാച്ചൻ, ഭക്തനായ ആ നല്ല മനുഷ്യൻ, പെട്ടെന്ന് ചിന്തിച്ചു പറഞ്ഞു, ബ്രദർ ഷൗമേലെ തെറ്റി, അമ്മയുടെ ഉദരത്തിൽ വച്ചില്ല, നാം പിണ്ണാകാരമായപ്പോഴേ അവിടുന്ന് നമ്മളെ കണ്ടതാണ്. അപ്പോൾ സാർ അവിടെ കിടന്നുകൊണ്ട് പിന്നെയും കാണിച്ചു, അതിലും മുന്നെയാണ്. പുള്ളിക്ക് മിണ്ടാൻ മേലാത്തോണ്ടാ. അപ്പോൾ YSKL സാറ് കുറച്ചുകൂടെ ജ്ഞാനിയാണ്. അദ്ദേഹം പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. അദ്ദേഹം ഉടനെ ചിന്തിച്ചു പറഞ്ഞു, ബ്രദർ തെറ്റി, അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴുമല്ല, ഈ വാക്യം എടുത്തേച്ച് പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുന്നേ കണ്ടതാണ്. ഉടനെ സാർ ഇവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിലും മുന്നെയാണ്. അപ്പൊ എസക്കേൽ സാറ് ആറാമട വേദപുസ്തകത്തിൽ ജ്ഞാനമുള്ളയാളാ. അദ്ദേഹം ഒന്നുകൂടെ ചിന്തിച്ചു പറഞ്ഞു, ബ്രദർ എനിക്കും തെറ്റി, അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുൻപല്ല. യെശയ്യാവിന്ന് വാക്യം എടുത്തേച്ച് പറഞ്ഞു, യുഗാരംഭത്തിലേ കണ്ടതാ. കാരണം അവിടെ വായിക്കുന്നത് നീ യുഗാരംഭം മുതൽ ഞങ്ങളുടെ ദൈവമാണെന്ന, യുഗാരംഭത്തിലേ നമ്മളെ കണ്ടെന്ന് പറഞ്ഞു. ഉടനെ സൈമൺ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിലും മുന്നെയാണ്. പുള്ളി അംഗീകരിക്കുന്നില്ല. അപ്പോൾ അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുമ്പേ യുഗാരംഭത്തിലുമല്ല, അതിനു മുന്നേ കണ്ടെന്ന. അങ്ങനൊരു സംഭവം നടന്നെന്ന പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവ്. അതിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. തിരിച്ച് ഇവർ പ്രാർത്ഥിച്ച് പിരിഞ്ഞ് തിരിച്ചു പോകുന്ന വേളയിൽ എം വി ചെറിയാച്ചൻ്റെ ഉള്ളിൽ ഈ വിഷയം മതിച്ചു. യുഗാരംഭത്തിന് മുമ്പേ ദൈവം കണ്ടല്ലോ. അദ്ദേഹം പോയ പോക്കിന് ഒരു പാട്ടെടുത്തിക്കുന്ന മധുരയുടെ മധുരഗായകനായിരുന്നു ചെറിയാച്ചായൻ. സൈമൺ സാറിൻ്റെ പാട്ട് എല്ലാവർക്കും പാടി പിടിപ്പിക്കാൻ ഒക്കത്തില്ല. എന്നാൽ എം വി ചെറിയാച്ചൻ്റെ പാട്ട് സാധാരണക്കാർക്കെല്ലാം പാടാം. ശാമുവേൽ സാറിൻ്റെ TK ഷൗമേൽ അദ്ദേഹത്തിൻ്റെ പാട്ട് സൂക്ഷിച്ച് പാടണം. അക്ഷരം ശ്രദ്ധിച്ച് പാടിയില്ലേ അതും പരുവക്കേടാകും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ക്രിസ്തുമാഹാത്മ്യമാണ്. അപ്പൊ ഈ ചെറിയാച്ചൻ ഈ വിഷയം അകത്തിങ്ങനെ കടന്ന് ചിന്തിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ പഴയ ആൾക്കാർ പറഞ്ഞ അന്ന് കൊല്ലം വഴി പോവുക, ബസ്സേ പോയപ്പോൾ കൊല്ലത്തെ ഒരു സർക്കസ് നടക്കുന്നു. അപ്പൊ സർക്കസ് കൂടാരത്തിൽ കോളാമ്പി വെച്ചൊരു പാട്ട്, ആ പാട്ടിന്റെ ട്യൂണ് പുള്ളി പിടിച്ചെടുത്തു. ഈ പാട്ടുകൾ മിക്കതും സ്വന്തമായിട്ട് ക്രൈസ്തവരിൽ ഒരു മിക്ക ആൾക്കാർ സ്വന്തമായിട്ട് ട്യൂൺ ഉണ്ടാക്കിയതിലെല്ലാം എന്ന മട്ട അല്ലേ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച്, എന്ന മട്ട് അല്ലെ എന്ന രീതി, അതാ മിക്ക പാട്ടുകളും അങ്ങനെ. യോടി സൈമൺ സാറിന്റെ പാട്ട് തന്നെ കടമെടുത്തുകൊണ്ട് എന്ന മട്ട്. ഈ ചൊല്ലി പറയുന്ന എനിക്ക് സാറിനെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഞാൻ പാടാറുണ്ട് പലതും. എന്നാലും പുള്ളിയും പല ട്യൂണും കടമെടുത്തതാണ്. ഒത്തിരി ഒത്തിരി പാട്ടുകൾ. അഞ്ചാം രാജ്യം അതൊരു കടവാ. ഉന്നതമായ ഗിരിക്കുമേൽ നിന്നു വന്നിട്ടും കല്ലു പാതാതികെ ചെന്നു ചൂർണീകരിക്കും ഈ രാജ്യങ്ങൾ അന്ന് വന്ന കല്ല് വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞു വാഴു അഞ്ചാം രാജിതം ഉണ്ടാമേ. അതൊരു കടവാ. വേറൊരു പാട്ടിന്റെ കോപ്പിയാ. മുട്ടനിരിട്ടത്ത് തത്തിക്കറുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈകാലൊടിച്ചിൻ്റെ തെറ്റി താഴത്തു വീണച്ഛൻ്റെ അത്തിയൊടിയുമ്പോൾ കൊട്ട വെച്ചു വാരണം എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ വന്ന്. അതിൻ്റെ മട്ട മിണ്ടുകാല. വേറൊരു പാട്ടൂടെ തെളിവുകൾ എൻ്റെ തെളിവ് തരികല്ലേ. വിവാഹ ശുശ്രൂഷയിൽ പഴയ അപ്പച്ചന്മാരൊക്കെ ഒരു പാടുന്ന പാട്ടുണ്ട് സൈമൺ സാറിൻ്റെ.
ആദ്യന്തമില്ലാത്ത നിത്യന്റെ കാന്ത്യാ പ്രത്യോദനൻ പോൽ പ്രകാശിച്ചു നിൽക്കും സദ്യോഗമാർന്നുള്ള ദിവ്യാനനങ്ങൾ യുദ്ധം പതിക്കേക ശ്രീയേശുനാഥ. അത് വേറൊരു കടവാ. അത് എഴുത്തച്ഛന്റെ 24 വൃത്തത്തിന്റെ 5-ാം ഭാഗമുണ്ട്. അതെല്ലാം എനിക്കറിയാം. ആ 5-ാം ഭാഗത്തിന്റെ കോപ്പി അടിച്ചതാ. കല്യാണി രൂപീവനത്തിനു പോവാൻ വില്ലും ജനം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണി നീ ദേവ ശ്രീരാമ രാമ. അതാ ഇപ്പം 2 കിട്ടി. അവൻ്റെ വേറെ ഇരിപ്പുണ്ട്. അത് ഞാൻ എല്ലാം കൂടെ പാമ്പാടിയിൽ ഇറക്കാൻ ഒക്കുകയല്ല, വേറെ സ്ഥലത്തിറക്കാം. എന്തായാലും കൊള്ളാം. നമ്മുടെ വിഷയത്ത് വരാം. മധുരഗായകനാകുന്ന എം വി ചെറിയാച്ചൻ ഈ വിഷയം തന്റെ ഉള്ളിൽ ഇങ്ങനെ മതിച്ച് വീട്ടിലേക്ക് പോകുന്ന വേളയിൽ ബസ്സിനകത്തിരുന്നപ്പോൾ സർക്കസ് കൂടാരത്തിലെ പാട്ട്, ആ പാട്ടിന്റെ ട്യൂണിൽ അദ്ദേഹം ഒരു പാട്ടുടനെ എഴുതി ഈ വിഷയം വെച്ച്. ഏതാ? യുഗാരംഭത്തിന് മുൻപേ അവിടുന്ന് നമ്മളെ കണ്ടതാ. അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല, പിണ്ണാകാരമായപ്പോഴുമല്ല. അതിനൊക്കെ വാക്യമുണ്ടെങ്കിലും ലോകസ്ഥാപനത്തിന് മുൻപേ അല്ല, യുഗാരംഭത്തിലുമല്ല, യുഗങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ സർവജ്ഞനായ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടു. ആ വിഷയത്തിൽ ആ ട്യൂണ് വെച്ച് എഴുതിയ ഒരു പാട്ടാ. പഴയ പാട്ട് അറിയാവുന്നൊരു വേണേ കൂടെ പാടിക്കണം. അതിയുഗങ്ങൾ തുടക്കം ആയതിൻ മുൻപേ, തുടക്കം ആയതിൻ മുൻപേ, അതിയുഗങ്ങൾ തുടക്കം ആയതിൻ മുൻപേ, തുടക്കമായതിൻ മുൻപേ, ആദിപരാഭാവികളെ ഓർത്തതിനേ, ആദിപരാഭാവികളെ ആശ്രയമാശയും പൂമ്പേ ദിവ്യകാരുണ്യകാമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, മകാൽ പുതമേകാൽ വരിയിൽ കാണുന്ന സ്നേഹം, മകാൽ പുതമേകാൽ വരിയിൽ കാണുന്ന സ്നേഹം, മകോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. തിരുസഭയെ നിലത്താൽ വാങ്ങുകയെന്നോ, നിലത്താൽ വാങ്ങുകയെന്നോ, തിരുസഭയെ നിലത്താൽ വാങ്ങുകയെന്നോ, നിലത്താൽ വാങ്ങുകയെന്നോ. ആള് സ്ട്രെയിറ്റാ. അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു. 12 കൊള്ളിട്ടാലും ബെറ്ററാവത്തനോ. ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ? സാറേ, എത്ര നാളായി സർവീസില്? സർ ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെയാണ് സർ. നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. പോലീസിന്റെ കൈ വെക്കുന്നു. കൊലപാതകശ്രമം ആട്ടോ സാറേ. എന്റെ കൈപ്പാങ്ങനെ കിട്ടിയാൽ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു വിട്ടു. പഠിച്ച കള്ളന്മാരാ സാറേ. സർ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും. പറയരുത് സാർ. ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ്. സർ കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ, നീ എന്ത് ചെയ്യടാ? രണ്ടു ഒരേ ഇനവാ ക്രിമിനൽസ്. പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് സ്റ്റെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായൊരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴില. അതിലിനി ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്ക, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ യൂണിഫോം ഇടാൻ തുടങ്ങി. ഇട്ടിച്ച് ഞാൻ പിഴിയും കഴിവ്. ഒന്ന് വണ്ടി കയറും. തിരുകൃതത്തിന് നിർണയങ്ങൾ ജീവിതമെന്നോ, തിരുകൃത
ഞങ്ങൾക്കായി തകരുകയെന്നോ ദൈവം കൈവിടുകെന്നോ ദൈവം വിടുകെന്നോ അത്ഭുതമേ കാൽവറിയിൽ കാണുന്ന സ്നേഹം അത്ഭുതമേ കാൽവറിയിൽ കാണുന്ന സ്നേഹം മകോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം മകോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ പാപം മകോന്നതൻ വഹിച്ചിടും ഈ ലോകത്തിൻ ശാപം സർവ്വലോകത്തിൻ ശാപം സർവ്വലോകത്തിൻ ശാപം സർവ്വലോകത്തിൻ ശാപം. ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, അത് 1-ാം അധ്യായത്തിൽ സർവജ്ഞനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. അതാണ് 1-ാം അധ്യായത്തിലെ വിഷയം. ആ താഴോട്ട് പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, മുൻനിയമനം, അച്ചാരം, നൽവരം, അവകാശം, അനുഗ്രഹം, ഏതാണ്ട് 10 കൂട്ടം കാര്യം 1-ാം അധ്യായത്തിന് 4 മുതൽ 14 വരെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ അങ്ങനെ തിരഞ്ഞെടുത്ത് നമ്മളെ കൈവിട്ടില്ല, സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. സ്വർഗ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് നൽകി. ഒരു കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ ഭീതിയും ചിത്തപ്രമവും ആകുലചിന്തയും നിരാശയും നാളെയെക്കുറിച്ചുള്ള ആ ചിന്താഭാരവും, എന്നാൽ അതെല്ലാം ഇപ്പം മാറാൻ കാരണം യേശു ഉള്ളത്തിൽ വന്നു. മാത്രമല്ല തിരുവചനം കൊണ്ട് നമ്മുടെ ഹൃദയം പൂരിതമായി. 45-ാം സങ്കീർത്തനം വായിക്കുന്ന പോലെ എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല് പോലെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് പൂരിതമാകുകയും ആ ഹൃദയത്തിൽ യേശു ഉള്ളത്തിലേക്ക് വരികയും ഇപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷമാണ്. നമുക്ക് പ്രശ്നങ്ങളും വിഷയങ്ങളും ഇല്ലെന്നല്ല, അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ആത്മീക സന്തോഷം, സ്വർഗീയ സന്തോഷം. ഈ ലോകത്തിൽ സന്തോഷിപ്പാൻ പക ദൈവമക്കൾക്കാണ്. സ്തോത്രം. വിട്ടുപിരിഞ്ഞാൽ പിന്നെ ഭാരപ്പെടാൻ. പൗലോസ് ഫിലിപ്പിയർക്ക് പറഞ്ഞ് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാൽ ലാഭവുമാണ്. സ്തോത്രം. ഞാൻ ദൈവമക്കളുടെ കാര്യമായി പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ കൊണ്ടുവന്ന് നമ്മളെ ഇരുത്തി എന്ന് പറഞ്ഞാൽ ആ സ്വർഗീയ അനുഭവം നമുക്ക് തന്നിരിക്കുക. ഇപ്പോൾ നിരാശയൊന്നുമില്ല, ഭീതിയൊന്നുമില്ല, ചിത്തപ്രമവും ആകുലചിന്തയും ഒന്നുമില്ല. അതെല്ലാം ദൈവം മാറ്റി നാം ദൈവമക്കളാക്കി തീർത്തു. 3-ാം അധ്യായത്തിൽ ഓർപ്പിച്ചല്ലോ, ശ്രദ്ധേയമായ പ്രാർത്ഥന, അപ്രമേയ ധനം വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്കുള്ള 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ. 4-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ ദൈവത്തിന്റെ സഭയ്ക്ക് നൽകി. ഇതിനപ്പുറം ഒരു നിയമനമൊന്നും ഒരു സഭയ്ക്കും ഇല്ല. 5 എണ്ണവും നിയമിച്ചുള്ളൂ: അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അല്ലാതെ സെക്രട്ടറി, ട്രഷറർ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ദൈവം അറിഞ്ഞ കേസല്ല. ദൈവം അറിഞ്ഞ കേസുമല്ല. ദൈവം ഇതൊന്നും അംഗീകരിക്കുന്നുമില്ല. സഭയുടെ സെക്രട്ടറി, അവന് പുസ്തകക്രമം പോലും അറിയാൻ മേല. അവനാണ് സഭയുടെ. ചില സഭയിൽ ചെല്ലുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ സെക്രട്ടറിയും മുമ്പോട്ട് വന്ന് വരവൊക്കെ ഒന്ന് കാണുന്നു, 2 പേനായും നടത്തവും. ഞാൻ ചോദിച്ചു, നിനക്ക് പുസ്തകക്രമം ഒന്ന് ക്രമത്തിൽ പറയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. സ്തോത്രം. ചില സെക്രട്ടറിക്ക് പൊതുവിൽ പ്രാർത്ഥിക്കാൻ പോലും, എല്ലാവരുടെയും കാര്യമല്ലേ, പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. ചിലർ അഭിഷേകം പോലും പ്രാപിച്ചതല്ല. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടുന്നല്ലാതെ ഇവന് യാതൊരു ചൈതന്യവും ഉള്ളവനല്ല. അതിനാണ് സെക്രട്ടറി. അതാ പറഞ്ഞത്, ഇത് ദൈവം അറിഞ്ഞ കേസല്ല. സഭയുടെ രക്ഷാധികാരി അത് മൂപ്പില കിടന്ന് ഉടക്കുണ്ടാക്കാതിരിക്കാൻ അവിടെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അല്ലേ, ഇങ്ങനെ കിടന്ന് മെനയുണ്ടാക്കും. അതിന് സൈഡിലൊരു കസേരയും കൊടുത്ത വിട്ടിരിക്കുക. പുള്ളിയാണ് രക്ഷാധികാരി. ഇതൊന്നും ദൈവം അറിഞ്ഞ കേസല്ല. ദൈവം നിയമിച്ചത് ഈ 5 പേരെയാണ്: അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അല്ലാത്തൊരു കേസും അവിടുന്ന് നിയമിച്ചതല്ല. ദൈവത്തിന്റെ മകത്ത് ഈ 5 ഗ്രൂപ്പുകാരെ ദൈവസഭയ്ക്ക് തന്നത് എന്തിനാ? താഴത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവമക്കൾ ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരാൻ, ആത്മീക അഭിവൃദ്ധിപ്പെടുവാൻ, ആത്മീക വളർച്ച പ്രാപിക്കുവാൻ ദൈവം സഭയ്ക്ക് തന്നവരാണ് ഈ 5 പേരെയും. ആ ഭാഗവും വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മനിറവ് എന്നൊരു വിഷയമാണ്. ആത്മനിറവ്.
അത് 5-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ടോട് 21 വരെയുള്ള തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. 5:15 മുതൽ 21 വരെ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. പിന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ 5-ാം അധ്യായത്തിൽ വിഷയം ആത്മനിറവ് എന്ന സബ്ജക്റ്റാണ്. ആത്മനിറവ്. ഇനി 6-ാം അധ്യായത്തിന്റെ 10 നമ്മൾ വായിച്ചത്. 6-ാം അധ്യായത്തിലെ വിഷയം ആത്മീക പോരാട്ടമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എനിക്ക് നിങ്ങൾക്കും ഒരു പോരാട്ടമാണ്. ഇവിടെ എഫീസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നത്. 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. എനിക്കും നിങ്ങൾക്കും എതിരെ ഒരു എതിരാളിയുണ്ട്. അത് മനുഷ്യരാരുമല്ല, കുടുംബക്കാരല്ല, ചാർച്ചക്കാരല്ല, സഹോദരങ്ങളല്ല, അയലത്തുകാരല്ല, ഈ ഭൂമിയിൽ ഒരു വ്യക്തിയുമല്ല. ഒരു അദൃശ്യ ശക്തി, അത് സാത്താന്യ ശക്തിയാണ്. എനിക്ക് നിങ്ങൾക്ക് എതിരാളി, ദൈവസഭയ്ക്കുള്ള എതിരാളി. ആ എതിരാളിയോടാണ് എനിക്ക് നിങ്ങൾക്കും എതിർപ്പും പോരാട്ടമുള്ളത്. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിന്റെ 10 പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ദൈവത്തിന്റെ മഹത്വം. ഈ ഒടുവിൽ എന്ന പദമാണ് 6-ന്റെ 10 കൊടുത്തിരിക്കുന്നത്. ഒടുവിൽ എന്ന പദം വരണമെങ്കിൽ ആദ്യം പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഒടുവിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചൊന്ന് ചിന്തിച്ചേച്ച് ഒടുവിൽ പറഞ്ഞ കാര്യം കൂടെ ചിന്തിച്ച് ഇന്ന് രാത്രി യോഗം നടത്താം. അപ്പോൾ ആദ്യം പറഞ്ഞത്, ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഒരു 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു. 6 ഗ്രൂപ്പുകാരെ വിളിച്ചു. ആദ്യം 5-ാം അധ്യായത്തിന്റെ 22 ഭാര്യമാരെ വിളിച്ചു. 5-ാം അധ്യായത്തിന്റെ 25 ഭർത്താക്കന്മാരെ സംബോധന ചെയ്തു. 6-ാം അധ്യായത്തിന്റെ 1 മക്കളെ വിളിച്ചു. 6-4 പിതാക്കന്മാരെ വിളിച്ചു. 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദാസന്മാരെ വിളിച്ചു. 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ യജമാനന്മാരെ വിളിച്ചു. ഇനി ക്രമത്തിൽ പാസ്റ്റർ വായിക്കണം. 5-ാം അധ്യായത്തിന്റെ 22 ഭാര്യമാരെ 5:22 ഭാര്യമാരെ വിളിച്ചു. 25 ഭർത്താക്കന്മാരെ 6:1 മക്കളെ 6:4 പിതാക്കന്മാരെ 6:5 ദാസന്മാരെ 6:9 യജമാനന്മാരെ. അപ്പൊ ശ്രദ്ധിക്കുക, 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു. ഓർപ്പിച്ചല്ലോ. 5:22 ഭാര്യമാര്, 5:25 ഭർത്താക്കന്മാർ, 6:1 മക്കൾ, 6:4 പിതാക്കന്മാർ, 6:5 ദാസന്മാർ, 6:9 യജമാനന്മാർ. നിങ്ങൾ ഓടിച്ചു പഠിച്ചാൽ ഇന്ന് സമൂഹത്തിൽ പറക്കുന്ന സകല മനുഷ്യരും ഈ 6 ഗ്രൂപ്പിനകത്ത് പെടും. ഒന്നെങ്കിൽ ഭാര്യയുടെ നില, അല്ലെങ്കിൽ ഭർത്താവിന്റെ വശം, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നില, ഒന്നുകിൽ ദാസൻ, അല്ലെങ്കിൽ യജമാനൻ എന്ന് പറഞ്ഞാൽ മുഴു ലോകത്തോടും ആ പൗലോസ് പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷന്റെ ഒടുവിൽ നിങ്ങളോട് അറിയിക്കാനുള്ള സന്ദേശവും ഇത് തന്നെ, കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. ഒരു വല്ലാത്ത കാലയളവിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ആ പ്രളയത്തിന്റെ രൂക്ഷത കഴിഞ്ഞു ഉടനെ തന്നെ മഹാമാരി കോവിഡ് വന്നു. 2018-ലും 2019-ലും ഒക്കെ ഈ ഉണർവുകാരി പറഞ്ഞു ഭയങ്കര വിടുതല നടക്കാൻ പോവാണ്. നടന്നല്ലോ, വെളിയിലിറങ്ങാൻ മേലായിരുന്നു. ഇപ്പം എല്ലാം മാളത്തിൽ നിന്ന് പയ്യെ തല വെളിയിലോട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഇപ്പം പിന്നെയും പഴയ ഇണക്കിണക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയൊന്നുമല്ല. രോഗശാന്തി വരപ്രാപ്തന്മാരെല്ലാം പാമ്പാടിയിലും ഉണ്ടായിരുന്നു, കോട്ടയത്തും ഉണ്ടായിരുന്നു, കോടിമതയിലും ഉണ്ടായിരുന്നു, കൊട്ടാരക്കരയിലും ഉണ്ടായിരുന്നു, പുനലൂരും ബാംഗ്ലൂരൊക്കെ അതിന്റെ ആസ്ഥാന കേന്ദ്ര. ഒരെണ്ണത്തിന് കോവിഡിന് കണ്ടില്ല. കൈപോലും തിരികലായിരുന്നു. കരുണാനിധി പോകും പോലെ പണ്ട് രോഗശാന്തി വരപ്രാപ്തന്മാർ. ഇപ്പൊ പയ്യെല്ലാം മാളത്തിൽ നിന്ന് വിടുതല, ആൾക്കാരെ കളിപ്പിക്കാൻ നടക്കുക. യേശു അന്നും ഇന്നും എന്നും ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവിടുന്ന് അവൻ അത്ഭുത മന്ത്രിയാ. സ്തോത്രം. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ഇല്ലാത്തവനാ അവിടുന്ന്.
അപ്പോൾ അന്ന് 2018-ലും 17-ലും ഒക്കെ ഭയങ്കര വിടുതലാന്ന് പറഞ്ഞു. ഇപ്പൊ പയ്യെ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് വിടുതലാന്ന്. ഇനി വിടുതൽ മിക്കവാറും ഇനിയിപ്പോ അടുത്ത എന്നാ വരുന്നെന്ന് കണ്ടറിയാം. സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ കോവിഡ് വന്നപ്പം ഇല്ല ഇത് എന്തുവാ മാസ്കും ഒക്കെ വെച്ചെങ്കിലും വെളിയിലിറങ്ങാം. ഇനിയും വരാൻ പോകുന്ന ചിലപ്പം അനങ്ങാൻ മേലാത്ത കേസായിരിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മഹാവ്യാധിയും തീരാവ്യാധിയും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിന്റെ നടുവിൽ നിലനിൽക്കണമെങ്കിൽ, കർത്താവിന്റെ വരവ് വരെ ഒരു ദൈവവിധം നിലനിൽക്കണമെങ്കിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്ടോണം. നീ ഇവിടെ കിടന്ന് കേസും വഴക്കും വാശിയും വൈരാഗ്യവും അടിപിടിയും ഒന്നും ഉണ്ടാക്കരുതെന്ന് പച്ച മലയാളത്തിലായി പറഞ്ഞു തരുന്നേ. നീ അതിന് തർക്കം ഉണ്ടാക്കരുത് തങ്കച്ച. നിന്റെ സ്വന്തം അനിയനാ, അവനങ്ങ് കൊടുക്കേ. 1 സെന്റോ 2 സെന്റോ കൊടുക്കേ. ഈ ത്യാഗാറായി നിനക്ക് ശ്വാസമുട്ടലുള്ളതാണ്. നീ 3 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കിടന്ന ഓർമ്മ വേണം കേട്ടോ. സ്തോത്രം. നിന്റെ പെമ്പളയ്ക്കും പരിവക്കേടാ. ഇന്നലെ ഇവിടെ നാക്കിന് യാതൊരു കുറവും തെയ്യെന്നാ അവള് നിൽക്കുന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കിടന്ന് കേസും വഴക്കും കോടതി അടിപിടിയൊന്നും ഉണ്ടാക്കരുതെന്നായി പറഞ്ഞത്. സൂസമ്മയോട് ഞാൻ പറയാം, തള്ളയ്ക്ക് വെള്ളം കൊടുക്കണം, അവരെ ആശ്വാസഭവനിൽ കൊണ്ടിടരുത്. അവിടെ പോക്കുമെന്ന് അറിയത്തില്ല. മനസ്സിലായോ? നീ അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കണം. നീ തള്ളയെ തല്ലി വെളിയിലിറക്കി. തള്ളയാന്നൊരു കൂടിന്റെ കുടുംബിക്കും പിടിച്ചോണ്ട് നടക്കുക പാമ്പാടി കൂടെ. അല്ല, തള്ളയായ കാലത്ത് നല്ല മൂച്ചുള്ള തള്ളയായിരുന്നു. ഇപ്പൊ പരുവക്കേടായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇവരിതിലെ പൊരിഞ്ഞ തള്ളയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കരുത്. ഉള്ള സമയം നീ ദൈവത്തെ വിളിച്ചോണം, ആത്മാവിൽ ബലപ്പെട്ടോണം. കേസും കോടതിയും വഴക്കും പുക്കാറുമായിട്ട് നടക്കരുതെന്നായി നാടൻ ഭാഷയെ പറഞ്ഞു തരുന്നത്. ഒടുവിൽ കർത്താവിലും അമിതബലത്തിന് ശക്തിപ്പെട്ടോണം. ദൈവത്തിന്